കൊല്ലം ഉളിയക്കോവിലിൽ കൊലപാതക ശേഷം പ്രതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ചുരുളഴിയുന്നു. തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലപാതകത്തിന് കാരണം. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് എഫ്ഐആർ. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആർ അരുൺരാജ് കൊലപാതകം നടന്ന ഉളിയക്കോവിലിലെ വസതിക്ക് മുന്നിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. അരുൺരാജ്, കുടുംബങ്ങൾ ഉറപ്പിച്ച വിവാഹമാണ്, അതിൽ നിന്ന് പക്ഷേ സഹോദരി പിന്മാറുന്നു. അതിലെ പകയാണോ ഇത്ര വലിയൊരു ക്രൂരകൃത്യത്തിലേക്ക് ഈ പ്രതിയെ കൊണ്ടുചെന്നെത്തിച്ചത്? അനുജ, കോളേജ് കാലം മുതൽ തുടങ്ങിയ ബന്ധമായിരുന്നു ഫെബിന്റെ സഹോദരിയും ഈ തേജസ് രാജും തമ്മിൽ. ഇരുവരും തമ്മിൽ സൗഹൃദമായിരുന്നു. പിന്നീട് ആ സൗഹൃദം വളർന്ന് വിവാഹ ബന്ധത്തിലേക്കടക്കം എത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ ആ തേജസ് രാജിനെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുത്ത് ഇരു വീട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിക്ക് മറ്റൊരു ജോലി ലഭിക്കുന്നത്. ഈ ജോലി ലഭിച്ചതിന് പിന്നാലെ ഈ തേജസ് രാജുമായുള്ള വിവാഹത്തിൽ നിന്ന് ഈ പെൺകുട്ടി പിന്മാറുകയായിരുന്നു. തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, ചില പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതായിരുന്നു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോടക്കം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു സ്വരച്ചേർച്ചയും അസ്വസ്ഥതയും അടക്കം ഉണ്ടാവുന്നത്. ഈ അസ്വസ്ഥത പിന്നീട് ഈ കൊലപാതകത്തിലേക്കടക്കം എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളിൽ നിന്ന് പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പാണ് ആദ്യമായി തേജസ് രാജ് ഈ വീട്ടിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, ഇതിന് ഈ പെൺകുട്ടിയുമായി സംസാരിക്കണമെന്ന് ഈ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും ഈ പെൺകുട്ടി തനിക്ക് തേജസ് രാജിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം കൃത്യമായി മാതാപിതാക്കളെ അറിയിച്ചു. ഇതിന് പിന്നാലെ മടങ്ങിപ്പോയ തേജസ് രാജ് വലിയ അസ്വസ്ഥനായിരുന്നു. ഇത് ഇന്നലെ വൈകുന്നേരം 6:30 പറുത് ധരിച്ച് ആ റോഡിലൂടെ കടന്ന് ഇവിടേക്ക് എത്തിയ തേജസ് രാജ് ഈ വീട്ടിനുള്ളിലേക്ക് കടന്നു. ഉള്ളിൽ കടന്നതിന് ശേഷമാണ് ആദ്യം ഈ ഗോമസ്, അതായത് ഈ ഫെബിന്റെ പിതാവിനെ ആദ്യം കുത്തുന്നു. അത് തടസ്സം പിടിക്കാനെത്തിയ ഫെബിനെയും അവസാനം കുത്തി കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് ഓടി ഈ റെയിൽവേ ട്രാക്ക്, അത് കടപ്പാക്കട റെയിൽവേ ട്രാക്കിന് സമീപം എത്തി ആ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് മറ്റൊരാളുമായി ഈ ഫെബിന്റെ സഹോദരിക്ക് വിവാഹം ഉറപ്പിച്ചു, അതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ്. എറണാകുളത്തുകാരനായ ഒരാളുമായിരുന്നു വിവാഹം ഉറപ്പിച്ചത്. ഇത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ തേജസിനെ സംബന്ധിച്ച് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. ആ അസ്വസ്ഥത ഒടുവിൽ ഒരു കൊലപാതകം ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് പോലും അയാളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഇപ്പോൾ ഈ സഹോദരിയെയും കൊലപ്പെടുത്താൻ, അതായത് ഫെബിന്റെ സഹോദരിയെയും കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതി ഇട്ടിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ അരുൺരാജ്? അനുജ, ഇന്നലെ ഈ തേജസ് രാജ് ഈ വീട്ടിലേക്ക് എത്തിയതിന് ലക്ഷ്യം തന്നെ ഈ പെൺകുട്ടിയെ തിരക്കുകയായിരുന്നു. പക്ഷേ അതാണ് ഈ വേഷം മാറി ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൃത്യമായി അയാൾക്ക് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ശ്രമം വിഫലമായതിന് പിന്നാലെയാണ് ഇതിനെ തടസ്സം പിടിച്ച ഈ പിതാവിനെയും അതുപോലെ തന്നെ സഹോദരനെയും, ഈ പെൺകുട്ടിയുടെ സഹോദരനെയും കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തുന്നുണ്ട്. ഇയാൾ ഇവിടേക്ക് വരുന്നത് 2 കുപ്പികളിലായി പെട്രോളുമായി മാത്രമാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചാണ് ഈ പ്രതി ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ്. അത് ഈ വീട്ടിലെ ഉള്ളിൽ വെച്ചിരുന്ന ചില ഉപകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി കൊണ്ടുവന്നതല്ല കത്തി, അത് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അങ്ങനെ കൊലപാതകം അല്ലെങ്കിൽ താൻ ഈ പെൺകുട്ടിയെ കൂടി ആക്രമിച്ച് തനിക്കും കൂടി ജീവഹാനി വരുത്തുക എന്നതായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു എവിഡൻസുകൾ ഈ പോലീസിന് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ടിന്നുകളിലായി ഈ പ്രതി ഇവിടേക്ക് കൊണ്ടുവന്ന പെട്രോൾ, അത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അത്തരമൊരു അസംഷനിലേക്കാണ് എത്തുന്നത്. കാരണം പെൺകുട്ടിയെ കൊലപ്പെടുത്തുക, അതിനൊപ്പം തന്നെ സ്വയം മരിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രതി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഈ പിതാവുമായും സഹോദരനുമായും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് കയ്യാങ്കളിയിലേക്കും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് അടക്കം എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി പെൺകുട്ടിയുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുക. അല്പസമയത്തിനകം തന്നെ ഈ മരിച്ച 2 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. അതിനുശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും സംസ്കാരത്തിന് ഈ മൃതദേഹം പോലീസ് വിട്ടു നൽകുക. ശരി, കൊല്ലം ഉളിയക്കോവിലിലെ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിഞ്ഞു വരുന്നത്. എഫ്ഐആറിലെ വിവരം എന്താണ് എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് അരുൺരാജ് നൽകിയത്. തേജസ് രാജുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതിന് പിന്നിലുള്ള പക, സഹോദരിയെ കൊലപ്പെടുത്താനായിരുന്നു ഇയാളുടെ പദ്ധതി. എന്നാൽ പിന്നീട് അത് സഹോദരന്റെ കൊലയിലേക്ക് കലാശിക്കുന്നു. ഇയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു.